ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അപ്പം തന്നെ തീർക്കണം. അത് തീർക്കാൻ എന്താ പറയുക, മൂപ്പരെ കൂടെ ആൾക്കാരില്ല, പിന്നെ എന്ത് പോയി. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കണം. അത് തീർക്കാൻ കൂടെ അല്ലാണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ തെറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് മാർഗമില്ലല്ലോ. ഗൾഫ് സിസ്റ്റം ചെയ്യണം, അതാണ് ഞാൻ പറയണത്. അതായത് ഗൾഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊന്നുകളയാം. ചേട്ടൻ പച്ചപ്പാവാണേ, വെള്ളം കുടിക്കില്ല, ഒരു ഒറ്റ പരിപാടി ഇല്ലാത്ത വ്യക്തി. 2 വർഷത്തെ മോർച്ചറി പുറത്തേക്കാണല്ലോ, അവിടെയാണ് ഇപ്പോൾ കൊണ്ടിട്ട് ഇടിക്കുന്നത്. അതൊന്നും ശരിയില്ല. ഞാൻ പറഞ്ഞ ജോലിനെ പിരിച്ചുവിടണം, എന്നാലും മറ്റുള്ള പോലീസുകാർക്ക് മാതൃക ഉള്ളൂ. മാതൃകയിലെ മറ്റുള്ളതൊക്കെ പിരിച്ചു ജോലി കഴിഞ്ഞിട്ട് സർവീസിലുള്ള അനുകൂലങ്ങളൊക്കെ നിർത്തുക, എന്നിട്ട് ക്രിമിനൽ കേസ് എടുക്കുക, എന്നിട്ട് പിരിച്ചുവിടുക. ആ ചക്കിനെ പണിയടിച്ച് ചെവിയുടെ കഴിവ് പോയി. ഇത് നമുക്ക് പൈസ കൊടുത്ത് കിട്ടണതാണ് ചെയ്ത്. നമുക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ അത് അവർക്ക് ശിക്ഷ കിട്ടണം, പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി അറിഞ്ഞാലാണ് നമുക്ക് അതിനായിട്ടുള്ള പറയാൻ പറ്റുള്ളൂ. എന്താണ് ജനം പലവിധം പല രീതിയിൽ പറയും. അതിന് നമുക്ക് എന്താ പറയുക, പറയാനും ഒന്നും നമുക്ക് വോയിസ് ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ അറിഞ്ഞ കാര്യം നമ്മൾ തുറന്നു പറയാം. 2023 സംഭവം നടന്നത്. സംഭവം നടന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. അത് വെക്കാൻ അവകാശം ഉണ്ടെന്ന് വെച്ചെങ്കിൽ എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഈ പോലീസുകാർ 4 3 5 പേരുണ്ടെന്നാണ് പറയുന്നത്. 4 ആളെന്നാണ് ഞാൻ കേട്ട അറിവ്. അവരെ എന്താ പറയുക വീണ്ടും ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവരെ ഇവിടെ ജില്ലയിൽ തന്നെ പോസ്റ്റ് ചെയ്ത് നിർത്തി. പേപ്പറിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, പേപ്പറിൽ ന്യൂസിലെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക അറിഞ്ഞു. പക്ഷേ ഇതിനെ പ്രതികരിക്കണം വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു ശക്തി വേണം. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഈ കൂലിപ്പണിക്ക് പോകണം, നമുക്ക് ഇതിനെ പ്രതികരിക്കാനൊന്നും ശക്തി ഇല്ല എന്നല്ല. പിന്നെ നമുക്ക് ഭാര്യ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു പൗരൻ രീതിയിൽ നമ്മുടെ എന്താ പറയുക ചെറുപ്പം പ്രായത്തിൽ നമ്മൾ അത്യാവശ്യ രാഷ്ട്രീയം നമ്മൾ കളിച്ച് വളർന്ന് തിരിച്ചരച്ച അത് തുറന്ന് പറയാം. ഞാനൊരു BJP കാരനാണ്. ഉള്ള കാര്യം തുറന്ന് പറയാം, ഞാനൊരു BJP കാരനാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞതാണ് ഞാനത് ഒഴിവാക്കി. രാഷ്ട്രീയം വേണ്ട. കാരണം രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് മുന്നിൽ പോയിട്ട് കയറില്ല. പെണ്ണ് കെട്ടി, കുട്ടികളിലുണ്ടായി. ഇനി രാഷ്ട്രീയത്തിന് പിന്നാലെ പോയിട്ട് നമുക്കൊരു ഉപകാരമില്ല. നമ്മൾ പണിക്ക് പോയാലാണ് നമുക്ക് കാശുള്ളൂ. നമ്മൾ ഒരാളോട് ഒരു 10 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ തരാമല്ലോ. അപ്പോൾ അതിന് നല്ലത് എന്താ, നമ്മൾ ഉണ്ടാണ്ടിരിക്കുക, സൈലൻ്റ് ആവുക, പണിക്ക് പോവുക, വരിക. നമ്മൾ കഴിക്കണ വ്യക്തികളാണെങ്കിൽ നമ്മൾ 2 കഴിക്കാൻ ഉണ്ടാവും. ഇത് സംഭവം കേട്ടു, ഇത് എന്താ പറയുക, കേട്ടറിവ് അനുസരിച്ച് ഇത് എന്താ വളരെ മോശമായ ഒരു കാര്യമാണ്. അതിനുള്ള കാര്യം ഞാൻ തുറന്ന് പറയാം. കേട്ട അറിവ് ഞാൻ കേട്ടോടത്തോളം കേട്ടോടത്തോളം ഇത് മോശമായ കാര്യമുണ്ട്. ഇതിനിപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നത് വെച്ചാൽ അവർ അത് രാഷ്ട്രീയ ഇഷ്ടംപോലെ പ്രതികരിച്ചത്. 2 ചെവിടിനും കേൾവിയില്ലാന്ന് കേട്ടു. അതെ 2 ചെവിടിനും കേൾവിയില്ലാന്ന് കേട്ടു. പക്ഷേ അതിൽ എന്താ പറയുക, പ്രത്യേകിച്ച് എന്താ പറയുക, എന്താ പറയുക, ആ ടൈമിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ മുമ്പിൽ കൂടെ നിൽക്കേണ്ടതായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2025 ഈ 2025 വരെ വെയിറ്റ് ചെയ്യുന്ന ആവശ്യം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അപ്പം തന്നെ തീർക്കണം. അത് തീർക്കാൻ എന്താ പറയുക, മൂപ്പരെ കൂടെ ആൾക്കാരില്ല, പിന്നെ എന്ത് പോയി. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ തീർക്കണം. അത് തീർക്കാൻ കൂടെ അല്ലാണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ തെറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് മാർഗമില്ലല്ലോ. പിന്നെ അതിന് ന്യായീകരണം ഒരുപാട് ആൾക്കാരുടെ ഇത് വരും. അപ്പോൾ ആ വരണം നോക്കിയിട്ട് കാര്യമില്ല. തെറ്റ് അപ്പം പറ്റുമോ അത് അപ്പം തന്നെ തീർക്കണം. അതാണ് ഗൾഫ് സിസ്റ്റം ചെയ്യണം, അതാണ് ഞാൻ പറയണത്. അതായത് ഗൾഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കൊന്നുകളയാം. അതെ, അല്ല അത് അന്ന് കാണിക്കണം. അന്നാണ് അതിൻ്റെ ഇത് കാണിക്കുന്നത്. ഇപ്പം എന്താ പറയുക, ഇപ്പം കാണിക്കാൻ എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അവർ കാണിക്കാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ വരാറായി. ഈ ഇലക്ഷനിൽ ഇത് എന്താ പറയുക, ഒരു അത്തകളത്തിൽ പൂടുന്ന പോലെ ഒന്ന് പൂട്ടുക, ഇത് കുത്തി ഉറങ്ങിയിട്ട് ഇതിന് മുകളിൽ എങ്ങനെ കയറാൻ പറ്റും, അങ്ങനെ രക്തസാക്ഷിയാ. അതേ ഒരു ഏത് കൂടെ നിൽക്കണവനെ വെട്ടി കൊന്നിട്ട് അവിടെ ഒരു ഫ്ലക്സ് വെച്ചു, രക്തസാക്ഷിയായി. അതിന് മുന്നിൽ മുന്നോടിയായിട്ട് പോകുന്നു.
നമുക്ക് അതിന് നേരമില്ല. നമ്മളെന്താ പറയുക, നമ്മൾ ടൈൽസിൻ്റെ പണിക്ക് പോകുന്നത്, നമ്മൾ പണിക്ക് പോവുക, നമ്മൾ വരിക, നമ്മുടെ കുടുംബത്തെ കാര്യം നോക്കുക, ഉണ്ടാണ്ടിരിക്കുക, കാര്യം വൈകിട്ട് 2:30 അടിക്കുക, 2:30 അടിക്കുക കാര്യം. പിന്നെ നമ്മുടെ ചെറുകിട ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യുക. കാര്യം ഇത്രയേ ഉള്ളൂ. വരാൻ കിടക്കുകയാണ്, ആയിക്കോട്ടെ, വരുന്നവരൊക്കെ വന്നോട്ടെ. എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു പുതിയ വീട് പണിയുണ്ട്. ഒരു പാർട്ടിക്കാരും ഒരു 10 രൂപ നമുക്ക് തന്നിട്ടില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, എൻ്റെ ഭാര്യ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ, ആ പൈസ കൊണ്ട് തന്നെയാണ് ആ ഒരു വീട് അത് കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ലോണും ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോണും മേടിക്കാനും പോയിട്ടില്ല. നമുക്ക് അത്യാവശ്യം പണി നമുക്കറിയാം, ആ പണി കൊണ്ട് നമ്മളും പണിയെടുക്കും. മതി, കടം മേടിക്കുന്ന, കടം മേടിച്ച് എന്താ പറയുക, മടുത്തിട്ടാണ് ഒരു കടങ്ങളും ഇല്ലാണ്ടായിട്ട് നമ്മുടെ തറവാട് വീട് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും പുറത്താളും കൊടുത്തു എല്ലാം കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പം നമ്മളൊരു കുഞ്ഞ് വരാം, എനിക്ക് 2 പെൺകുട്ടികളാണ്, കുഞ്ഞൊരു വരാം, അതൊന്ന് പൂർത്തീകരിക്കണം. അവിടെ താമസിക്കണം ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഒരു പൊതുപ്രവർത്തകന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അകന്നൊരു അനുഭവം ഉണ്ടായാലേ സാധാരണക്കാരൻ്റെ സ്വന്തമാകും. കുട്ടികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണങ്ങളുടെ പോലീസ് തന്നെ ഈ വക കേസും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും. തക്കതമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവൻ പൈസ മേടിച്ച് പോകാനും ഇതൊന്നും അറിയത്തില്ല, വെളിയിൽ കിടക്കില്ല. അങ്ങനെ മാതൃകയല്ല കാണിച്ചത്. മാധ്യമങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് നമുക്ക് യോജിപ്പിടാനുണ്ട്. എൻ്റെ അയൽവാസിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. അതല്ല, പക്ഷേ ഈ കേസിൽ ഞാൻ അവൻ്റെ ഒപ്പം വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് പോലീസിൽ ചെയ്ത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് സംശയമില്ല, അതിൻ്റെതായ ശിക്ഷ അവർക്ക് കിട്ടണം. എന്നാലും ഞാൻ ഈ കേസിൽ ഞാൻ അവൻ്റെ ഒപ്പം. രാഷ്ട്രീയം അവൻ്റെ ഏത് രാഷ്ട്രീയമാണ് എൻ്റെ, പക്ഷേ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇത് ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാക്കി ക്രിമിനലുകൾ ചെയ്യുന്ന അഭ്യാസങ്ങളാണ്. അത് പൊറപ്പിക്കാൻ പാടില്ല. ഗവൺമെൻറ് കഠിനമായ ശിക്ഷ കൊടുക്കണമെന്നതിൻ്റെ ആഗ്രഹം എൻ്റെ അഭ്യാസം. എന്തായാലും നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ ഭരണം അങ്ങനെയാണ്. അവരുടെ ഭരണമല്ലേ, അവരുടെ ആൾക്കാരല്ലേ. എന്തായാലും ആരുടെ ദേഹത്ത് കൈവെക്കാൻ അധികാരമൊന്നുമില്ലല്ലോ. അമ്പലത്തിലായിരുന്നു ശാന്തിക്കാരനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും വലിയ ക്രൂരത തന്നെ അനുഭവിച്ചു അറിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പോലും അറിയില്ല. സ്ഥിരം കാണുന്നതാണ് ഈ പയ്യനെ അവിടെ ഇവിടെ വെച്ചിട്ട് അറിയില്ല. ഇത്രയും വലിയൊരു ഇതൊന്നും അനുഭവിച്ചിട്ടുണ്ട്. പോലീസുകാർ വരാനൊന്നും ചെയ്യാൻ പാടില്ല. ഒരുപാട് നേതാവായിട്ട് എടുക്കുന്ന നേതാവിനെങ്ങളല്ല നമ്മുടെ ഈ സാധാരണക്കാർക്ക് എന്താ അവസ്ഥയില്ല, ചെയ്യാൻ പാടില്ല. ആ ചേട്ടൻ പച്ചപ്പാവാണേ, വെള്ളം കുടിക്കില്ല, ഒരു ഒറ്റ പരിപാടി ഇല്ലാത്ത വ്യക്തി. ഇങ്ങനെ ചെയ്തു ഒരാളെ പിന്നാലെ നടന്നിട്ട് പിടിച്ചെടുത്തതിനുമുണ്ട്. നല്ലത് അതൊരു മാതൃകയല്ലേ. അങ്ങനെ വേണം. പുറട്ടല്ലോ ഈ സെറ്റിൽമെൻറ്റ് വേണ്ടതെന്ന് വീട് പറഞ്ഞേ. സെറ്റിൽമെൻറ്റ് ഇല്ല, ആള് പിന്നാലെ നടന്നത് കാര്യമായിട്ട് പുറത്തേക്ക് ഇടിപ്പിച്ചു. അതെന്താ കാര്യം. ഞാൻ റെഡി മുറി എന്ന് പറയുന്നത് ഇവിടെ ഈ ഗവൺമെൻറ് മോർച്ചയിൽ പുറത്തേക്കാണല്ലോ, അവിടെയാണ് ഇപ്പോൾ കൊണ്ടിട്ട് ഇടിക്കുന്നത്. ഇങ്ങനെ എത്ര നമ്മളോട് ഓഫറിങ് നമ്മൾ ഡെയിലി കാണുന്നതല്ലേ. വേറെ എന്തെങ്കിലും കലാപ്പുണ്ടെങ്കിൽ നേരെ പ്രതികേറ്റും. എൻ്റെ കേസ് ആൾക്കാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാവാണ്, എന്നാലും എത്ര വലിയ ആക്റ്റീവ് ഒന്നല്ലേ ഇവര്. നല്ല നടക്കും, നല്ല ഇതിനുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 2023 ഉണ്ടായതാണ്. അന്ന് നടപടി എടുത്തെങ്കിൽ എന്തായിരുന്നു എടുത്തില്ല. കാരണം TV-ലോ പേപ്പറിലൊക്കെ ഉണ്ടല്ലോ, അവനെ പേർക്ക് കള്ളക്കേസ് എടുക്കാം. അവനെ മദ്യപിച്ച് പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി. ഇതൊന്നും സമൂഹം അംഗീകരിക്കുന്നതല്ല. ഏതൊരു മലയാളികൾക്കും കൂടുതലും ആദ്യം എടുത്തില്ലോ, എന്നിട്ടല്ല കോടതിയും ജാമ്യം കിട്ടി. മദ്യപിച്ചു പറഞ്ഞിട്ടല്ലേ, അതൊന്നും റിപ്പോർട്ടിൽ പിന്നെ മദ്യപിച്ചിട്ടില്ലല്ലോ. പിന്നെ പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തി പറഞ്ഞിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ അവൻ ഇപ്പൊ ഇത് നേരിട്ട് അന്ന് വന്ന് പറയുക പോലും നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു. ഇപ്പൊ വീഡിയോ വന്നപ്പോഴാണ് സത്യം ഇന്നലെ നാളെ വരും. പക്ഷേ ഇത് കൂടുതൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടാകാം, കാരണം ഇനിയും ദൃശ്യങ്ങൾ വരാനുണ്ട്. ഇനി സാധാരണക്കാർക്ക് ഇതിന് മുന്നേ ഇത് നിങ്ങൾക്ക് ഇത്രയും സ്വാധീനമുള്ള കാരണം പുറത്തേക്ക് വന്നു. അല്ലാത്തവർക്ക് അവരുടെ അവസ്ഥ നോക്കിയിട്ട് സാധാരണ ഒരു പണിക്കാരി ഏത് തൊപ്പണയായിക്കോട്ടെ ഈ ചെയ്തത് അംഗീകരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് വേറെ നീതിയും മറ്റുള്ളവർക്ക് വേറെ നീതി. ഇത് ആ പയ്യത് എല്ലാം കേസ് കൊടുത്തിങ്ങനെ എല്ലാം പുറത്തേക്ക് വന്നതിൻ്റെ ശ്രദ്ധറിഞ്ഞ് അറിയാത്ത അത്രയും കേസുകൾ ഉണ്ടാവില്ലേ? അതൊന്നും ശരിയില്ല. ഞാൻ പറഞ്ഞ ജോലിനെ പിരിച്ചുവിടണം, എന്നാലും മറ്റുള്ള പോലീസുകാർക്ക് മാതൃക ഉള്ളോ? നമ്മുടെ കേരളല്ലേ, ലോകത്തിന് നമ്മുടെ കേരള പോലീസ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. വേൾഡിലെ നല്ല പോലീസിനെ അവർ തന്നെ ഇങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലതും പൊട്ടി ഒന്നായില്ലേ. ഇത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കും മറക്കയില്ലേ. പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങളെ എല്ലാം ഒരുപോലെ കാണാം. നല്ലവരുണ്ട് പൊട്ടവരുണ്ട്. ഇവരൊക്കെ എത്ര പിരിച്ചുവിടല്ല. അവരുടെ എല്ലാത്തിലെ അനുകൂലങ്ങളൊക്കെ
തടയണം. ഇത് ഇവരെ മക്കൾക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ ശരി, അവനവൻ്റെ മക്കൾക്ക് ഇങ്ങനെ വന്നു. ആ പോലീസുകാരല്ല, ആ പോലീസുകാർ ഇങ്ങനത്തെ ഒരാൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? പോലീസിൻ്റെ കൂടെ ആളെ മാല ഒരുക്കിയിട്ട് പിടിക്കുന്നത് കണ്ട് നമ്മൾ കണ്ടില്ലേ? ആരോട് വിരോധം? മാല ഒരുക്കുക, ഇട്ടിടിക്കുക. മാതൃകയിലെ ബെറ്റുകളൊക്കെ പിരിച്ച് ജോലി കഴിഞ്ഞിട്ട് സർവീസിലുള്ള അനുകൂലങ്ങളൊക്കെ നിർത്തുക, എന്നിട്ട് ക്രിമിനൽ കേസ് എടുക്കുക, എന്നിട്ട് പിരിച്ചുവിടുക. എന്നാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഇലക്ഷനിൽ വരുമ്പോൾ തെറ്റന്നെ, അതിൽ മാറ്റമില്ല. അത് മുതലില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട ആരും നമുക്ക് ചെല്ലാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ചെല്ലാൻ പറ്റുന്നവർക്ക് നല്ല കാര്യം ചെയ്യണം, എന്നാലും അതിന് മറ്റുള്ളവർക്ക് ഇനിയെങ്കിലും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ മൂപ്പര് എന്തോ തർക്കമുണ്ടായെന്ന് പറഞ്ഞാൽ അപ്പോൾ മൂപ്പർക്ക് സ്വാധീനമില്ലാതെ ഇതെല്ലാം പുറത്തേക്ക് വന്നേ. അല്ല സാധാരണക്കാർക്ക് ഇത് ഒന്നും അടി കൊണ്ട് ചാവുന്നേ. എല്ലാം അടി കൊണ്ട് ജമ്മ പോയില്ലേ? ആ ചക്കിന് പണിയടിച്ച് ചെവിയുടെ കഴിവ് പോയാ. ഇതിപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് കിട്ടണതാണ് ഇത് വയലൻസൊക്കെ വിരിച്ചു വിടണാവും. അതോ നേരം വഴിക്ക് പിരിച്ചുവിടാൻ. ഇത് അവൻ ചെയ്തത് എന്താ തെറ്റ്? ആ തെറ്റെന്ന് അവൻ മദ്യപിച്ചുകൊണ്ട് കോടതിയിലുണ്ട് റിപ്പോർട്ട് അല്ലാതെ വൈദ്യപരീക്ഷണത്തിൽ നടത്തിയപ്പോൾ അതില്ല. പിന്നെ പോലീസും തടസ്സപ്പെടുത്തി. എന്ത് കാക്കിട്ടനെ എന്ത് അംഗീകരിക്കാൻ പറ്റിയല്ലോ? കേരളം പൊതുജനല്ലേ, ഒരുപാട് വിദ്യാഭ്യാസം എല്ലാം നടന്ന് മാതൃകയാണ് കേരളം എന്ന് പറഞ്ഞത്. ആ മാതൃക പൊളിഞ്ഞു. സാർ ചെയ്തത് അക്രമം തന്നെ, ചെയ്യാൻ പാടില്ല. അതായത് ഒരിക്കലും ജോലിയിൽ വയ്ക്കാൻ പാടില്ല. അതിപ്പോൾ ഒന്നും നടക്കില്ല. അതൊക്കെ ഭരിക്കണ പാർട്ടിയുടെ അതൊന്നും നടക്കില്ല. കുറെ കഴിഞ്ഞാൽ അത് വിടും. ഇപ്പോൾ ആ ഉദയകുമാർ വിളിച്ച് പൊന്നിൻ്റെയിലായി നടക്കില്ല. ഇപ്പോൾ വെറുതെ 4 ദിവസം ഉണ്ടാവും. അത് വളരെ തെറ്റാണ്, സംശയമില്ലാത്ത കാര്യമില്ല. പക്ഷേ വളരെ മോശമായ കാര്യങ്ങളാണ്. ഇപ്പോൾ പഴയ മാതിരിയല്ല. ഇപ്പോൾ കുറേ പോലീസൊക്കെ മെച്ചപ്പെട്ട കാലമാണ്. പക്ഷേ ചില പോലീസുകാർ ഇപ്പോഴും അതിൻ്റെ ഇടയിൽ അങ്ങനെ പ്രവർത്തിക്കാത്ത നമ്മൾ അതിനെ പ്രതികരിക്കണം. അല്ല എന്താ ചെയ്യുക? നമുക്കത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് അവർക്ക് ശിക്ഷ കിട്ടണം, പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. അതാണ് നമ്മുടെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പിന്നെ അങ്ങനെ ഉണ്ടാവരുത്. കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ നമ്മുടെ കേരളമല്ലേ, ഇത് വേറെ ഉത്തരേന്ത്യൊന്നും അല്ലല്ലോ. ഇങ്ങനെ അടിച്ച് ഇതാക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ല. ഇത് ഇന്ന് രാവിലെ തൃശ്ശൂർ ഒരു ഹോട്ടലുടമേനെ അടിച്ചതിൻ്റെ ദൃശ്യം വരുന്നുണ്ട്. ഒരു SI അടിക്കണ ദൃശ്യം വരുന്നുണ്ട്. അയാളെ മകന്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലീസുകാർ സംഗതി ശരിയാണ്, കുറച്ചൊക്കെ അവർക്ക് ഇതുണ്ട്. പക്ഷെ എന്നാലും ഇതൊന്നും പാടില്ല. വളരെ മോശമായ പരിപാടി ഇതിലിങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു DYFI നേതാവിനെ മർദ്ദനം കിട്ടിയതിൻ്റെ TV നിന്ന് വരുന്നുണ്ട്. അല്ല പഴയമാരൊന്നുമല്ല, സ്റ്റേഷനിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട്, നല്ല പെരുമാറ്റമൊക്കെ തരാം. പക്ഷെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതിനെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ കുറച്ച് പോലീസുകാർ ഇങ്ങനെ വരികയാണെന്ന് വെച്ചെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ നല്ല പോലീസുകാരൊക്കെ ഉണ്ട്, ഒരുപാട് നല്ല പോലീസുകാരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നും പറയുന്നില്ല. കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവർക്കും കൂടി അത് ബാധിക്കുന്നു. അപ്പം നമ്മളായാലും അങ്ങനെയല്ല, നമ്മളിപ്പോൾ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ബാധിക്കില്ലേ? അത് അവർക്ക് ചെയ്യാൻ പാടില്ല. ഉള്ള അധികാരം അവർക്കില്ല. പോലീസുകാർക്ക് അധികാരം ഉണ്ടാവും. എന്താ തെറ്റ് ചെയ്ത് അതിനനുസരിച്ച് എഴുതി കോടതിയിൽ കൊടുക്കുക, അങ്ങനത്തെ ചെയ്യാൻ പാടില്ല. ഒരു മറ്റൊക്കെ മോശപ്പെടുത്തി ചേർക്കണം. മോശമല്ല, അത് ചങ്കു ഇത് എന്താ പറയുക, തണ്ട് കാണിക്കുക. അയാളിത് തെറ്റ് ചെയ്ത് വെച്ചാൽ എഴുതി കൊടുക്കുക, ഇവിടെ വെച്ച്. സർക്കാർ തന്നാലും പഠിക്കാൻ അവർക്ക് അധികാരമില്ല. ആളെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പല കാലം നമ്മുടെ അടിയന്തരാവസ്ഥയിലാണ് ഞാൻ പറഞ്ഞ വായിച്ച് കേട്ടില്ല. ഇന്നൊന്നും ആക്രമിക്കുന്നത് തെറ്റാണ്. അതിൻ്റെ അച്ഛനമ്മേനെ വിവരം വിളിച്ചറിയിപ്പിക്കുക, അതിനുള്ള പരിഹാരം നമ്മളാണ്. പോലീസുകാർ ആക്രമിക്കുന്നത് തെറ്റാണ്. കോടതി നിയമപ്രകാരം കോടതിയിൽ ഹാജരാക്കുന്നതിന് വരാമായിട്ട് അല്ല, ഹാജരാക്കാൻ പറ്റിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിനെ കുറ്റക്കാരൻ പോലീസുകാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.